അത് ശരി, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ വന്ന ദിവസം കളിക്കുന്നതായാലും. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്ന് വീണ്ടും ഒരു യാത്രയായിട്ട് തന്നെയാണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നുള്ളത്. ഇന്നലെ കുറച്ച് പണിയൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും ഭയങ്കര ക്ഷീണമായി. പിന്നെ ഞാൻ ഓർത്ത് വേണ്ട, റെസ്റ്റ് എടുത്ത് ഇന്ന് രാവിലെ പോകാമെന്നുള്ളത്. ഞാൻ രാവിലെ ഒരു 5:30 എണീറ്റതാണ്. നല്ല മഴ. ഞാൻ ഓർത്ത് മഴ ഒന്ന് കുറയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളത്. ഒന്ന് കുറഞ്ഞെങ്കിലും പക്ഷേ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം. ഞാനങ്ങനെ മഴയത്ത് കുറേ വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് മസിൽ മെമ്മറി ആയിട്ട് കൈ ഇങ്ങനെ വരണം ലെൻസ് ക്ലീൻ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ റോട്ടിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്താണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ചേട്ടൻ്റെ വീടുണ്ട് ഇവിടെ. ഞാൻ പുള്ളിനെ കണ്ടിട്ട് കുറച്ചായി. അപ്പോൾ എന്തായാലും ഈ വഴിയാണ് പോകണേ. അപ്പം ഒന്ന് ജസ്റ്റ് പുള്ളിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവർക്കൊരു ഐഡിയ ഇല്ല ഞാനിവിടെ വരുന്നുണ്ടെന്നുള്ളത്. ഞാനിവിടെ നാട്ടിലുള്ള കാര്യം തന്നെ ഇവർക്കറിയില്ല. ഇത് ചേട്ടൻ്റെ കടയാണ്. ഒരു പ്രൊവിഷൻ സ്റ്റോർ കട വീടിൻ്റെ പുറത്ത്. ബെല്ലടിച്ച് നോക്കാം. സണ്ണിയാണ്. ഞാൻ ഈ ജാക്കറ്റും ഹെൽമെറ്റൊക്കെ ഇട്ട് എങ്ങനെ മനസ്സിലാവും? മിസ്റ്റർ ജെയിംസ്, നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥയൊക്കെ അറിയാലോ. ഞാനതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിയാണ് പോണത്. ആ പറഞ്ഞോ, റെക്കോർഡിംഗ് ആണ്. അത് ശരി, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ വന്ന ദിവസം കളിക്കുന്നതായാലും. അത് ശരി. അപ്പോൾ ഞാൻ ഈ വഴി പോയപ്പോൾ ചവിട്ടിന്നുള്ളൂ. നിങ്ങളൊന്ന് കാണാമെന്ന് വിചാരിച്ചു. കയറണമൊന്നുമില്ല, കാരണം എനിക്ക് വണ്ടി ഓടിച്ച് ബാംഗ്ലൂർ എത്താനുള്ളതാണ്. 10-15 മണിക്കൂർ എടുക്കും. ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇടിച്ച് കയറി ചെല്ലുമ്പോൾ ഒരു സന്തോഷം. ഓ മഴ കൂടി കേട്ടോ. അഗെയിൻ ഞാനൊരു തവണ കൂടി മാപ്പ് പറയുകയാണ്. ക്യാമറയിൽ വെള്ളം പറ്റുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. മഴയുണ്ട്, ക്യാമറ നനയുന്നുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ ചെറായി വഴി പോയിട്ട് അവിടെ നിന്ന് മാലിയങ്കര വഴി മൂത്തൂന്നം ചെന്നെത്തും. ഇനി മൂത്തൂന്നത്തിന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ NH66. അത് കഴിഞ്ഞ് നമ്മൾ കയ്പമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ മാമൻ്റെ പമ്പുണ്ട്. അവിടെ ഒന്ന് കയറണം. അയ്യോ, നമ്മൾ പെട്രോൾ അടിച്ചിട്ടില്ല. ഓക്കെ, പെട്രോളും ഫില്ല് ചെയ്യുക. മാമനെ കണ്ടിട്ട് നമ്മൾ നേരെ പിന്നെ തൃശ്ശൂർ പിടിക്കും. ഈ ഞാറക്കൽ ചെറായി റൂട്ടിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഭയങ്കര ചെറുതാണ്. ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി കഴിയുമ്പോൾ ബാക്കിൽ വണ്ടിക്ക് കടന്നു പോകാൻ പറ്റില്ല. പിന്നെ സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ റോഡ് അടിപൊളിയാണ്. അതായത് നിങ്ങൾ എറണാകുളത്തുള്ള ഒരാളാണ്, നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ പോകണം അല്ലെങ്കിൽ ഗുരുവായൂർ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് എടുത്ത് പോകാനേ ഞാൻ പറയുള്ളൂ. മറ്റേ പറവൂർ റോഡൊക്കെ, അതായത് വരാപ്പുഴ പറവൂർ ഒക്കെ വളരെ മോശമാണ്. കൊടുങ്ങല്ലൂർ വരെയും മോശമൊക്കെയാണ്. NH66 വർക്ക് നടക്കുന്നതുകൊണ്ട് റോഡ് അവിടെയൊക്കെ പണിയുണ്ട്, കുളമാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആ വഴിയാണ് പോകാൻ പോകുന്നത്. പക്ഷേ പറവൂർ ആ ഒരു സച്ചൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ നിങ്ങൾ കൊടുങ്ങല്ലൂർ ഗുരുവായൂരൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റോഡുകൾ നമുക്ക് യാത്ര ചെയ്യാം. നമ്മൾ മാലിയങ്കര പാലം എത്തി. ആഹാ, മീൻ പിടിക്കാൻ പോണ ബോട്ടുകളുണ്ടോ? നൈസ്. വലിയ ഇടിവെട്ടും മഴയൊന്നും പെയ്യുന്നില്ല, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. മഴ പെയ്യുമ്പോഴേ നമ്മൾ വിസിബിലിറ്റി കുറച്ച് കുറയും. ഞാനാണെങ്കിൽ ഹെൽമെറ്റിൻ്റെ വൈസറിൽ മറ്റേ വാട്ടർ റിപ്പലൻറ്റ് ഫിലിമൊന്നും ചെയ്തിട്ടില്ല. സാരമല്ല, തൽക്കാലം നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തുറച്ച് വിടാം. ഇതേപോലെ ഞാൻ ക്യാമറ ഉടയ്ക്കുന്ന പോലെ. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അതേപോലെ. പിന്നെ കേരളം കടന്നാൽ മഴ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മൾ മൂത്തൂന്ന് എത്തി. എന്താ കണ്ടില്ലേ റോഡിൻ്റെ പണി നടക്കുകയാണ്. ഉണ്ടായിരുന്നൊരു സിംഗിൾ ലൈൻ റോഡ് അവർ 6 ലൈൻ ആക്കുകയാണ്. അപ്പോൾ അതിൻ്റേതൊക്കെയായ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ റോഡ് ഞാൻ പൊതുവേ രാത്രി വരാറില്ല കേട്ടോ. റിസ്ക്കാണ്, കാരണം ലൈറ്റും ഇല്ല. പിന്നെ ഈ വഴി പോകേണ്ടവർക്ക് പോയേ പറ്റുള്ളൂ. പക്ഷെ രാത്രി പോകുമ്പോൾ സൂക്ഷിക്കണം, ലൈറ്റില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഡീവിയേഷനുണ്ട്. മഴക്കാലത്ത് അത്യാവശ്യം നല്ല ഹെഡ്ലൈറ്റും കാറിലാണെന്നുണ്ടെങ്കിൽ നല്ല വൈപ്പറും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പോലെ ബുദ്ധിമുട്ടും. അതൊന്നും ശ്രദ്ധിക്കുക NH66 വഴി പോകുമ്പോൾ. അങ്ങനെ നമ്മൾ നമ്മുടെ പമ്പ് എത്താറായി. ഈ പമ്പ് നിൽക്കുന്നത് കയ്പമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ പമ്പിലോട്ട് കയറണമെങ്കിൽ സർവീസ് റോഡ് എടുക്കേണ്ടി വരും. KK രാമചന്ദ്രൻ ആൻഡ് സൺസ് എന്നാണ് പമ്പിൻ്റെ പേര്. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറാം. ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇവിടുത്തെ വാഷ്റൂംസൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. 3 വർഷം കഴിഞ്ഞിട്ടും റെസ്റ്റ് റൂമൊക്കെ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതുകൊണ്ട് ഒരു ലോങ് ജേണിയൊക്കെ പോകുന്നവർക്കൊരു ബ്രേക്ക് എടുക്കുന്നതൊക്കെ ഇവിടെ നിർത്താം, റീഫ്യൂൽ ചെയ്യാം. നമുക്കിപ്പോൾ റീഫ്യൂൽ ചെയ്യാൻ സമയമായി.
ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഇവിടുന്ന് പതുക്കെ വിടും. ഇന്നലെ കഴുകിയ വണ്ടിയാണ്, മൊത്തം ചെളി. എങ്കിലും സാരമല്ല, മഴയല്ലേ. കുറേ കാലം കൂടി XP95 അടിക്കണത്. ഇപ്പോൾ ഈ പെർഫോമൻസ് എക്സോസ്റ്റ് കയറ്റിയപ്പോഴേ അത്യാവശ്യം വണ്ടിക്ക് പവർ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ XP95 കൂടി അടിച്ച് കഴിയുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്നുകൂടെ നോക്കാം. ഓൾമോസ്റ്റ് അടി പറ്റിയിട്ടുണ്ടായിരുന്നു. 10 ലിറ്റേഴ്സായി. 12 ലിറ്റേഴ്സ് അല്ലേ ടാങ്ക്? 12 ആണോ 15 ആണോ? ദൈവമേ, ഞാൻ മറന്നു പോയല്ലോ. ടാങ്ക് കപ്പാസിറ്റി ആകെ 15 ആണ്, അതിന് മേലെ പോയുള്ളത്. അതെയാണ്, മതി, കുഴപ്പമില്ല. ഫുൾ ടാങ്ക് അടിച്ചു. XP95 അടിച്ചത്. 8-ാം തീയതി ആകുമ്പോൾ വരും, ഞാൻ വിളിക്കാം. ഇപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചു. ഓൾമോസ്റ്റ് 15 പോയിൻറ്റ് സംതിങ് ലിറ്റർ കയറി. 15 ലിറ്റേഴ്സ് അല്ലേ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി? മൊത്തം അടി വച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഇങ്ങനെയൊക്കെ കയറും. കുറേ കാലം കൂടിയിട്ടാണ് ഞാനിപ്പോൾ XP95 അടിക്കുന്നത്. കാരണം എനിക്ക് പൊതുവേ ഹൈനസിൻ്റെ സ്റ്റോക്ക് കണ്ടീഷനിൽ XP95 അടിച്ചിട്ട് വലിയ വ്യത്യാസമൊന്നും സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഈ എക്സോസ്റ്റ് കയറ്റിയിട്ടുള്ളത് കൊണ്ടും അത്യാവശ്യം മിഡ് റേഞ്ചും ഇനീഷ്യലൊക്കെ മാറിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഓർത്തു എന്നാൽ ഒന്ന് XP95 അടിച്ച് നോക്കാം. ഇപ്പം മഴ ആയതുകൊണ്ട് ഞാൻ അധികം കൈ കൊടുത്ത് പോകുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് തൃപ്രയാറും കഴിഞ്ഞ് വാടാനപ്പള്ളിയിൽ നിന്ന് റൈറ്റ് എടുത്ത് പോകും. നമ്മൾ തൃശ്ശൂർ കയറി തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി ഒരു റൂട്ടുണ്ട്. ഞാനിപ്പോൾ ഈ മഴ കാരണം ഫോൺ പുറത്തേക്ക് എടുത്താൽ ശരിയാവത്തില്ല. ആരുടെയും ചോദിച്ചു പോവാം വടക്കാഞ്ചേരി എങ്ങനെ ഇതൊന്ന് കയറാമെന്ന്. അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. ഞാൻ ഓർത്തേ ഇവിടെ അടുത്താണ് ബാൻഡൽ ഹോസ്പിറ്റൽ സ്റ്റോപ്പ്. അത്യാവശ്യം നല്ല മഴയുണ്ട്. അവിടെ വൈസറിൻ്റെ ഒരു വാട്ടർ റെപ്പലൻറ്റ് ഫിലിം വരുന്നുണ്ടല്ലോ, അതൊന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ആദ്യം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. കഴിഞ്ഞിരിക്കാം. അയ്യോ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കിട്ടുമോ? ഇല്ല അല്ലേ, കുഴപ്പമില്ല, താങ്ക് യു. അപ്പോൾ മൂഞ്ചി സുഹൃത്തുക്കളെ, മൂഞ്ചി. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ പോവാം. അങ്ങനെ ഫൈനലി നമ്മൾ മണ്ണുത്തിയും കഴിഞ്ഞ് പാലക്കാട് ഹൈവേ കയറിയിരിക്കുകയാണ്. മഴ തന്നെ മഴ. അങ്ങനെ നമ്മൾ കുതിരാനെത്തി. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ ഇൻ്റർകോമിന് എന്തോ പറ്റി, കണക്റ്റ് ആവുന്നില്ല. ബ്ലൂ ആർമർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത C20 ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നല്ല മഴയൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ബ്ലൂടൂത്ത് ഡിസ്കണക്റ്റ് ആയി, പിന്നെ കണക്റ്റ് ആവുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലാവണില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. വിൽസി. അങ്ങനെ പാലക്കാട് കഴിഞ്ഞ് നമ്മൾ എൻ്റെ ബ്ലൂ ആർമറിൻ്റെ ഇൻ്റർകോം വെള്ളം കയറിയിട്ടാന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഓട്ടോ ആൻസർ ഓൺ ചെയ്തിട്ടു. നമ്മൾ പെട്രോൾ അടിച്ചിട്ട് 123 കിലോമീറ്റേഴ്സായി. മൈലേജ് കാണിക്കുന്നത് 32. ബോർഡർ കടന്നതേ ഉള്ളൂ. മഴയുടെ ഒരു പൊടി പോലും ഇല്ല. നല്ല അസല് ചൂട്. കൊള്ളാം. അടുത്ത എവിടെ നിർത്തിയിട്ട് ജാക്കറ്റ് കൂരി കളയണം. വെറുതെ ഒന്ന് ഫുൾ ടാങ്ക് അടിച്ചേക്കാം. ജസ്റ്റ് ഒരു ബാറേ കുറഞ്ഞിട്ടുള്ളൂ, എങ്കിലും ഒന്ന് ഫുൾ ടാങ്ക് അടിച്ചേക്കാം. ഒന്ന് ബ്രേക്ക് എടുക്കാം. നമ്മൾ ഫ്യൂൽ റീഫിൽ ചെയ്തിട്ട് 217 കിലോമീറ്റർ ഓടി. 4.64 ലിറ്റേഴ്സാണ് കയറിയത്. 217 കിലോമീറ്ററാണ് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇതുവരെ ഓടിയത്. 217. 4.16 ലിറ്റേഴ്സാണ് നമ്മളിപ്പോൾ അടിച്ചത്. 4.16. 52. എന്തത്? എനിക്ക് ഭ്രാന്തായതാണോ വണ്ടിക്ക് വട്ടായതാണോ? ഷടാ. സമയം ഓൾമോസ്റ്റ് 5 മണി. സേലം എത്തി. ഓൾമോസ്റ്റ് നമ്മളൊരു 100 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത്. നല്ല ചൂട്. എന്തെങ്കിലും ഒന്ന് കുടിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ലാസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് എടുക്കാൻ പോവുകയാണ്. എപ്പോഴും ഞാൻ നിർത്താറുള്ള പോലെ ഹോട്ടൽ സൂര്യ കോംപ്ലക്സിലോട്ടാണ് വെച്ച് പിടിച്ച് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. സമയം 7 മണി. അങ്ങനെ ഇവിടെ നിന്ന് ഒരു 75 കിലോമീറ്റേഴ്സാണ്. മിക്കവാറും ഞാൻ ഹൊസൂർ പെടും. അവിടെ ഒരു നല്ല പണി നടക്കുന്നുണ്ട്. അവിടെ വേറൊരു റോഡ് എടുത്ത് പോകാൻ പറ്റും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അത് എങ്ങനെയാണോ എന്തോന്നുള്ളത് കണ്ടറിയാം. അപ്പം സമയം കളയാണ്ട് റോഡിലോട്ട് വെച്ച് പിടിക്കാം. വളരെ അത്ഭുതകരമായിട്ട് നമ്മൾ ഹൊസൂറിൻ്റെ ബ്ലോക്കിലൊന്നും പെട്ടില്ല. അത് ഒരു കണക്കിന് നന്നായി. കാരണം അവിടെ ആൾക്കാർ അവർ പൈസ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ഹെവി വെഹിക്കിൾസ് ലെഫ്റ്റ് എടുത്ത് ഹൊസൂറുള്ള ഇന്നർ റിംഗ് റോഡ് വഴിയാണ് വലിയ വണ്ടികൾ വിടുന്നത്. കാറും ബൈക്കും ചെറുവണ്ടികൾ മാത്രമേ നേരെ വിടുന്നുള്ളൂ. അതുകൊണ്ട് ബ്ലോക്കിലൊന്നും പെടാതെ ആ റോഡ് പണിയിൽ അവിടെ സുഖമായിട്ട് കടന്നു പോരാൻ പറ്റി. കഴിഞ്ഞ തവണ കാറായിട്ട് വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, വെളുപ്പിന് 5:30 ഞാൻ ഇവിടെ എത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറാണ് ആ ബ്ലോക്കിൽ അങ്ങനെ കിടന്നു. ദുരിതം. അത് വെച്ച് നോക്കുമ്പോൾ സമാധാനം. കുറച്ച് ആൾക്കാർ അവർ ഹയർ ചെയ്തിട്ടുണ്ട്, ലോക്കൽസാണ്. അവർ തന്നെ ഡീവിയേറ്റ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യം. അങ്ങനെ സമയം രാത്രി 8:30. അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് സിറ്റി എത്തിയിരിക്കുകയാണ്.
ഒരു ദീർഘദൂര യാത്രയായിരുന്നു. ഞാൻ രാവിലെ ഒരു 7:30-8 മണിക്ക് ഇറങ്ങിയതാണ്. നമ്മളിവിടെ എത്തുന്നത് രാത്രി 8:30-ക്കാണ്. കുറച്ച് ചുറ്റിക്കറങ്ങിയൊക്കെയാണ് വന്നത്, പക്ഷേ വാസ് നൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ്സ് അറിയിക്കുക. കമൻറ്റ്സ് കാണുന്നത് ഒരു സന്തോഷമാണ്. അതിപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും. അതുകൊണ്ട് ദയവായി ഇത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.